ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ പോയി ചെറിയ തറവേല അവിടെ കാണിച്ചോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. കുറ്റബോധമുണ്ട് എനിക്ക്. കഴുത്ത പ്രായവും അതിനപ്പുറത്തെ ചോരത്തിളപ്പും ചെയ്തതാണ്. അത് ശരിക്കും സിനിമയ്ക്ക് പോയതാണോ? സിനിമയ്ക്ക് തന്നെ പോയതാണ്. അത് കുറച്ച് മുടയായി പോയി എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തോന്നുന്നുണ്ട് അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ജീവിതമാണ് എനിക്ക് തോന്നുന്നു നല്ലൊരു ജീവിതം. മുൻപ് കഴിഞ്ഞത് ഇങ്ങനെ നല്ല ചേട്ടന്റെ മുഖത്ത് ഒരു നിഷ്കളങ്ക ഭാവമാണ്. മനസ്സങ്ങനല്ല കേട്ടോ. ഒരു സങ്കടം ഉണ്ടായിരുന്നു, അതങ്ങനെ ചെയ്തില്ലല്ലോ. പക്ഷെ നമ്മൾ പണ്ടും തറയുന്നൊക്കെ ആഹാരം എടുത്ത് കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനമാണ്, അത് സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനമാണ്, ഒരു ആർട്ടിസ്റ്റ് അത് ചെയ്യേണ്ടതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ സീൻ ചെയ്തു. അതിൻ്റെ സീക്വൻസ് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. ആക്ഷൻ ഹീറോ ബിജു എന്നൊരു സിനിമ ഇല്ലെങ്കിൽ സുരേഷും ഇല്ല. മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്നല്ല ഞാൻ എഴുതി തുടങ്ങി. എന്തിനു പെണ്ണേ നിനക്കെന്ന് പിണക്ക, അങ്ങനെ പാട്ട് എഴുതി തുടങ്ങി. അങ്ങനെയാണ് തുടങ്ങിയത്. എഴുതി കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ഒരെണ്ണം വേണമെന്ന് തോന്നി. അങ്ങനെ പിന്നെ ഈ മുത്തേ പൊന്നേ രണ്ടാമത് എഴുതി. മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ, മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ. അരിസ്റ്റോ സുരേഷാണ് നമുക്കൊപ്പം ഉള്ളത്. സുരേഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ നിന്ന് ഇപ്പോൾ മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോയിലേക്ക് എത്തുകയാണ്. ഇതിൽ എത്തുമ്പോൾ നായകനാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കാര്യം. ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒരാളാണ്, ജോബി. പുള്ളി ഇപ്പോൾ UK-ലാണ്. UK-യിൽ നിന്നിട്ട് ഈ പയ്യനെ എൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബംഗാളിയുടെ ഒരു കഥയാണ്. ഒന്നും പറഞ്ഞില്ല, ബംഗാളിയുടെ ഒരു കഥയാണ്, ചേട്ടൻ ഒരു ബംഗാളിയായിട്ടാണ് ഈ സിനിമ. ആദ്യം ഞാൻ അങ്ങനെ ഒരു കഥ ഒരു സിനിമയ്ക്ക് വിളിക്കുന്നതാണ്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേട്ടനാണിത് ബംഗാളിയായിട്ട് അഭിനയിക്കുന്നത് എന്നാ പറഞ്ഞു. അപ്പോൾ അത് വളരെ ഒരു സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. അവർക്ക് സമ്മതിച്ചു. അവർ പറഞ്ഞ പേയ്മെൻറ്റിന് തന്നെയാണ് അഭിനയിച്ചത്. അവർ തരാമെന്ന് പറഞ്ഞ പേയ്മെൻറ്റ് അല്ല, നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ പോയൊന്നുമില്ല. നമുക്ക് അതിനെക്കാട്ടി വലുതാണല്ലോ ഒരു ടൈറ്റിൽ റോൾ കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഇതിലേക്ക് വരുന്നു. തൊടുപുഴയായിരുന്നു. 25-30 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ കൂടാതെ കൊല്ലം തുളസി സാറുണ്ട്, സജീവ് വെഞ്ഞാറമൂട്, സുരാജിൻ്റെ ചേട്ടൻ വിഷ്ണു പ്രസാദ്, പിന്നെ നമ്മളെ ഈ TV മിമിക്രി രംഗത്തുള്ള മാർട്ടിൻ മാളിക്കര, ഷാജി, ഒരുപാട് പേര് ഈ സിനിമയിൽ ഉണ്ട്. ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പത്മനാഭയിൽ പണ്ട് ബ്ലാക്ക് വിറ്റ് നടന്ന സ്ഥലത്ത് ആക്ഷൻ ഹീറോ ബിജു ബാൽക്കണിയിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ, അത് രണ്ടും തമ്മിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ഭയങ്കര രസമുള്ളതാണ്. ആ ഇരിക്കുന്ന സമയത്ത് ആ പഴയ കാലം ബ്ലാക്ക് വിറ്റതൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു അന്ന് തിയേറ്ററിൽ? തീർച്ചയായിട്ടും. പിന്നെ ഓർക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇങ്ങനെ ഇരുന്ന്, മാത്രമല്ല ഞാൻ ആദ്യമായിട്ട് ആ ബാൽക്കണിയിൽ നിന്ന് അവിടെ നിന്ന് സിനിമ കാണുന്നു. അപ്പോൾ ഒക്കെ ഒരുപാട് എന്താ പറയുക, പഴയ കുറേ ഓർമ്മകൾ. ആ തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ടുള്ളത് അങ്ങാടി, അലാവുദ്ദീനും അത്ഭുത വിളക്കും, മീൻ, അഹിംസ, ഇങ്ങനെ കുറേ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തിയേറ്റർ. ഒരുപാട് ഒത്തിരി സിനിമകൾ കണ്ടിട്ടുള്ളൊരു തിയേറ്റർ. ആ തിയേറ്ററിൽ പോയിട്ട് ശ്രദ്ധ ലാലേട്ടൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഷോ കാണണം നമ്മൾ. അത് അപ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കുറേ എന്താ പറയുക നിറഞ്ഞൊഴുകയായിരുന്നു. സിനിമയാണോ അല്ലെ ആ ഓർമ്മകളാണോ അപ്പോഴെൻ്റെ മനസ്സിലുണ്ടായിരുന്ന വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല. കൂടെ കണ്ടുകൊണ്ടിരുന്നവരൊക്കെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ കൈ തന്നു, കൂട്ടുകാരൊക്കെ. ഒക്കെ ഞങ്ങൾ പലരും നമ്മൾ പണ്ട് ഇങ്ങനെ ഇവിടെ അടിച്ചു പൊളിച്ച തിയേറ്ററൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു എന്താ പറയുക, ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ നിമിഷങ്ങളാണ് അതൊക്കെ. ഈ ബ്ലാക്ക് ടിക്കറ്റ് വിറ്റത് ശരിക്കും സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നോ അതെ മറ്റ് ഭക്ഷണ ആവശ്യത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ടിക്കറ്റ് വിറ്റത്? സിനിമ കാണാനും പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, അക്കാലത്ത് ഈ ബ്ലാക്ക് അടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഹോബിയാണ്, ഒരു ഏരിയ. ഇപ്പോഴത്തെ ഈ തമിഴ് സിനിമയിലൊക്കെ പറയുമ്പോൾ ഒരു ഏരിയ പിടിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തെ സംഭവം. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് ആ പ്രായം, കഴുത്ത പ്രായവും അതിനപ്പുറത്തെ ചോരത്തിളപ്പും കണ്ട് ചെയ്തതാണ്. അല്ല, ഏത് വയസ്സിലായിരുന്നോ? 25 വയസ്സിനൊക്കെ മുന്നേ ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ. അല്ല, ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ TC ഒക്കെ തന്നു വിടുന്നത് സിനിമ 15 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ക്ലാസ്സിൽ ചെല്ലാതെ സിനിമയ്ക്ക് പോയതുകൊണ്ടാണ് TC കിട്ടിയതെന്ന് പറഞ്ഞു. സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും സിനിമയ്ക്ക് പോയതാണോ? സിനിമയ്ക്ക് തന്നെ പോയതാണ്. ദിവസവും സിനിമയ്ക്ക് പോകുന്നത്. അത് കുറച്ച് മുടയായി പോയി എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തോന്നുന്നുണ്ട് അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞത് പരിമിതമായിരുന്നു. ഒരുപക്ഷെ കൂട്ടുകാരൊക്കെ ചെങ്കൽ ചൂളയിലെ കൂട്ടുകാരും ആ ഒരു കാലഘട്ടമുണ്ട്. ആ കാലത്ത് പല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വെള്ളമടിക്കാനാണ് സംഗീത കോളേജിനകത്ത്
കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മ്യൂസിക് ഭയങ്കരമായിട്ട് ഉള്ളിലുള്ള ഒരാളായിട്ടാണ് ആക്ഷൻ ഹീറോയിൽ ഞങ്ങൾ കാണുന്നത്. എന്ന് വെച്ചാൽ കൈകൊട്ടി പാടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ടേക്ക് പോയ ഒരു സംഭവമാണ്. 300 ടേക്കുകൾ പോകുമ്പോഴും അത് ലൈവ് ആയിരുന്നു, സ്പോട്ട് റെക്കോർഡിംഗ് ആയിരുന്നല്ലോ. അപ്പം ആ മ്യൂസിക് സെൻസ് എവിടെ മുതലാണ് കിട്ടിത്തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ ശരിക്കും? നമ്മൾ ഈ സിനിമ കണ്ട് സിനിമയിലെ പാട്ടുകൾ കേട്ട് കേട്ട് തന്നെയാണ്. പിന്നെ അമ്മ ഇടയ്ക്ക് പാടും, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുഞ്ഞും അമ്മ തോളിലിട്ടിട്ട് പാടും. അമ്മ അത്ര വലിയ പാട്ടുകാരിയൊന്നും അല്ല, എങ്കിലും അമ്മ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയില്ലാത്ത പ്രായത്തിൽ അമ്മ പാടുന്ന ആ ഓർമ്മ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഇരുന്ന് പാടും. പാട്ട് എഴുതുന്നതിനും സ്വന്തം പാട്ടുകൾ പാടുന്നതിന് മുമ്പേ സിനിമ പാട്ടുകൾ പാടും. അപ്പം ഞാൻ പാടുമ്പോൾ അത് എൻ്റെതായ ഒരു ശൈലിയിലായിപ്പോവും. സംഗതിയൊന്നും കാണില്ല, സംഭവം ഇല്ലാതായിപ്പോവും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ പാട്ട് തന്നെ ഞാൻ ആ പാട്ടിനെ ശരിക്കും കൊല്ലുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കൂട്ടുകാരൊക്കെ ഇടയ്ക്കിനാണ് ആ പാടുന്നത് എന്നൊക്കെ പറഞ്ഞ്. മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്സനീ നിന്മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു. ഇതെന്റെ മനസ്സിലായി. പക്ഷേ ഈ മുത്തേ പൊന്നയിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു ഒരു സുഹൃത്താണ് റെക്കോർഡ് ചെയ്തിട്ട്, ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് അതുകൊണ്ട് എബ്രിഷനെ കാണിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ എങ്കിലും അത് സിനിമയ്ക്കുള്ളിലേക്ക് വരുമെന്നുള്ളത് അവിടെ നിന്നാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. എബ്രിഷൻ പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ അതൊരു ഫീൽ എന്തായിരുന്നു? ഭയങ്കര ത്രില്ലായിരുന്നു. കാര്യം നമ്മൾ എങ്ങനെയെങ്കിലും സിനിമയിൽ കടന്നുകൂടാൻ വേണ്ടി നടക്കുകയാണ്. അഭിനയിക്കാനല്ല, ഡയറക്ടർ സൈഡ്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അസോസിയേറ്റായിട്ടോ അങ്ങനെയൊക്കെ കടന്നുകൂടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സിനിമ എന്ന് പറഞ്ഞ കുട്ടിപ്രായം തൊട്ടേ നമ്മുടെ മനസ്സിൽ ഉള്ളത്. പക്ഷേ സിനിമ നമ്മളെ വേറൊരു വഴി കൂടെ സിനിമയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അതെ, അഭിനേതാവായിട്ടും പാട്ടുകാരനായിട്ടൊക്കെ. അത് സംഭവിച്ചു പോയത്, എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, സംഭവിച്ചു പോയതാണ്. ആക്ഷൻ ഹീറോ ബിജുവിലൊക്കെ ചേട്ടനെ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് ഡയറക്ടറുടെ കഴിവാണ്. അത് ചോദിച്ചാൽ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സുരേഷ് നല്ല ടൈമിങ്ങിൽ ചെയ്തു എന്നൊക്കെ. പക്ഷേ നമ്മൾ അദ്ദേഹം പറഞ്ഞു തന്നത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നീട് 10-15-20 ദിവസം ലൊക്കേഷനിൽ ഉണ്ടായതിനു ശേഷം നമ്മളെ ക്യാമറയ്ക്ക് മുന്നിൽ വിളിക്കുന്നത്. അപ്പോൾ അത്രയും ആർട്ടിസ്റ്റുകൾ, ജോജോ സാർ, നിവിൻ സാർ, പ്രജോത് കലവൻ, സോഹൻ സീനുലാൽ സാർ, ഡോക്ടർ റോണി, അങ്ങനെ ഇവരൊക്കെ കുറേ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു സോഹൻ സീനുലാൽ സാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം അതാണെന്നാണ് തോന്നുന്നത്. പുള്ളിയുടെ പടം അതിന് മുമ്പേ നമ്മൾ ഡബിൾസൊക്കെ പോലത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് ആണ് തോന്നുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ ചെയ്യുന്നത് കണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മൾ ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ ശരിക്കും അമ്മയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നില്ല ജീവിത രീതി എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അമ്മയൊക്കെ ചേർത്ത് നിർത്തുന്ന ഇല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ജീവിതം കുറേ മാറി. ഇല്ലെങ്കിൽ അതായിരുന്നോ, ആ ജീവിതമായിരുന്നോ കൂടുതൽ നല്ലത്? ഏത് ജീവിതമാണ് ശരിക്കും അത് പറയാൻ പറ്റില്ല, എങ്കിലും കുറച്ചുകൂടെ അമ്മയൊക്കെ അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ ഒരു സന്തോഷം കൂടിയില്ലേ ലൈഫിൽ? അതെ, ഇപ്പോഴത്തെ ജീവിതമാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു ജീവിതം. മുൻപ് കഴിഞ്ഞിരുന്നത് ഇങ്ങനെയൊന്നല്ലോ. അതിനെക്കുറിച്ചുള്ള ചരിത്രമൊക്കെ അരിസ്റ്റോ ജംഗ്ഷനിലുള്ളവർക്ക് ചോദിച്ചാൽ ഞാൻ ഇപ്പം എന്നെ പറ്റി പറയുന്നത് ശരിയല്ല അല്ലേ? അത് നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും ഒരു പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് പറയും. അങ്ങനെയുള്ള നാട്ടുകാർ എന്താണ് പറയണമെന്നുള്ളത് അവർക്കെല്ലാം അറിയാം. ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ പോയി ചെറിയ തറവേല അവിടെ കാണിച്ചോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അരിസ്റ്റോ ജംഗ്ഷനിൽ കുറ്റബോധമുണ്ട് എനിക്ക്. അതായത് സിനിമാക്കാരനാകുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഡിഗ്നിറ്റി സൂക്ഷിക്കണം. അതെ, കാര്യം നമ്മളെ സിനിമയിൽ കൊണ്ടുവന്നവരെ നമ്മൾ കാരണം മോശമാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചൊക്കെ ഇപ്പോൾ ഞാൻ പെരുമാറണം. പക്ഷെ എങ്കിലും കീർത്തി ഹോട്ടലും അരിസ്റ്റോ ജംഗ്ഷനും ഒക്കെ സുരേഷിന്റെ ജീവിതം എന്ന് പറയുന്ന സംഭവത്തിൽ സുരേഷ് ഏട്ടനെ ശരിക്കും ഇത്തരത്തിലൊരു ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ ആക്ച്വലി ആ ഒരു ലൈഫ് ഇല്ലെങ്കിൽ ആ കാലമൊക്കെ കുറച്ച് ഗുണപ്പെട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും ഗുണപ്പെട്ടിരുന്നു. കാര്യം ആക്ഷൻ ഹീറോ ബിജുവിൽ എനിക്ക് പറഞ്ഞു തരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒക്കെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. പക്ഷേ മിസ്റ്റർ ബംഗാളിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് ദൂരം വന്നു. പിന്നെ ഞാൻ ചെയ്യണം. അതെ, സ്വന്തമായിട്ട് ചെയ്യണം. ഡയറക്ടർ ആവശ്യപ്പെടുന്നത് ചെയ്യുന്നത് ഞാൻ ചെയ്യണം. അപ്പോൾ അത്രയും ദൂരത്തെ ആ യാത്ര, ആ കാലം, അത് വളരെ വെല്ലുവിളി നിറഞ്ഞത് തന്നെയായിരുന്നു. മിസ്റ്റർ ബംഗാളിൽ എത്തിയപ്പോൾ ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാൻ എനിക്ക് സാധിച്ചു.
ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ആക്ടർ എന്ന് പറയുന്നത് ഒരു കുരങ്ങനെ പോലെ. ഉം. അതായത് ഈ കുരങ്ങാട്ടിയുടെ കയ്യിൽ അങ്ങോട്ട് ചാട് രാമ ഇങ്ങോട്ട് ചാട് രാമ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടാനും ഇങ്ങോട്ട് ചാടാനും കുറച്ചുകൂടെ ഉച്ചത്തിൽ കരയൂ, കുറച്ച് അല്പം ചിരിക്കൂ, കുറച്ച് ചിരിക്കും എന്നൊക്കെ ഡയറക്ടർ പറയുന്നതിനൊപ്പം നമ്മൾ ചെയ്യാൻ ബംഗാളിയിലേക്ക് എത്തിയപ്പോൾ കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ജോബി നല്ലൊരു ഡയറക്ടറാണ്. കാര്യം പുള്ളി ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആക്ഷൻ കറോബിജി സയൻസ് സാറായിരുന്നാലും നമുക്ക് പറഞ്ഞു തന്നതൊക്കെ നമ്മൾ അതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഡയറക്ടർ ജോബി ആവശ്യപ്പെട്ടതും പിന്നെ എനിക്ക് എൻ്റെതായി ചെയ്യാൻ കഴിയുന്നതും ഒക്കെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ മുഖത്ത് ഒരു നിഷ്കളങ്ക ഭാവമാണ്. മനസ്സങ്ങനല്ല കേട്ടോ, എന്നാണ് ആൾക്കാർ പറയുന്നത്. നമ്മളങ്ങനെ ആരെ ഇപ്പോൾ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി പോലും ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നു ശരിയാണ്. ഞാൻ കാരണം അങ്ങനെ ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല, ഒരാളും വിഷമിക്കാൻ പാടില്ല എന്ന് മനസ്സിൽ കരുതുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെ പിന്തുടരുന്നുണ്ട്. എവിടെയെങ്കിലും ചിലപ്പോൾ വഴുതി പോകുന്നുണ്ടെങ്കിൽ അതറിയാതെ സംഭവിച്ചു പോകണം, മനപ്പുറം ഉണ്ടാകുന്നതല്ല, അത് സംഭവിച്ചു പോകുന്നതാണ്, യാതൊരു വ്യക്തിക്കും പറ്റുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ ഒരു കുറ്റബോധത്തോടു കൂടി ഞാൻ സ്വയം ഒറ്റയ്ക്കിരുന്ന് ഞാൻ ചിന്തിക്കുകയും അത് വേണ്ടായിരുന്നു എന്നൊക്കെ മേശയിൽ ഇട്ടിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടി വരികയും ജീവിതമധ്യത്തിൽ പോലീസ് പിടിക്കുകയും ജയിലിൽ പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ അന്ന് എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്? ശരിക്കും അന്നും കുറ്റബോധം ഉണ്ടായിരുന്നോ? ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും. കാര്യം തെറ്റെൻ്റെതാണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് അത് വേണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷേ തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റായിട്ട് തോന്നുന്നില്ലല്ലോ, അപ്പോഴത്തെ ആവേശത്തിൽ ചെയ്തു പോകണത്. അപ്പോഴങ്ങനെ തോന്നില്ല. പിന്നീട് അത് കഴിയുമ്പോഴായിരിക്കും രണ്ടടി കിട്ടേണ്ടതുള്ളത് സത്യം തന്നെയായിരുന്നു, കിട്ടിയതിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴും സുഹൃത്തുക്കളൊക്കെ ആ ഏരിയയിലൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. ചിലരൊക്കെ ഈ പറയുന്ന രീതിയിൽ നമ്മളെപ്പോലെ നല്ല നടപ്പായിരിക്കണമെന്നില്ല. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? സുരേഷ് ഏട്ടൻ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര കാര്യമാണ്, ഒരു ഇഷ്ടം. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതല്ലെങ്കിൽ എനിക്ക് അവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ നമ്മളിലുണ്ടെന്നുള്ളത്. അത് വളരെ അടുത്ത കൂട്ടുകാർക്ക് ഞാൻ പാട്ടൊക്കെ സ്വന്തമായിട്ട് ഉണ്ടായി വളരെ അടുത്ത കൂട്ടുകാരുടെ മുമ്പിൽ മാത്രമേ നമ്മൾ അത് പാടാറൊക്കെ ഉള്ളൂ. അത് ഒരുപാട് പേരുടെ മുമ്പിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു തരത്തിൽ സുരേഷ് ഏട്ടനാക്കിയതിന് പാട്ടിനൊരു പങ്കുണ്ട്. അത്രയും നല്ലൊരു പാട്ട് അതിനകത്തേക്ക് പാടി അഭിനയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ കൂടെ നമ്മളത് മനസ്സിലാക്കുകയും പിന്നീട് ആ സിനിമയുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ഘട്ടങ്ങളിലെല്ലാം അവരുടെ കൂടെ ഗസ്റ്റായിട്ട് പോകാനും ഈ പാട്ട് പല വേദികളിൽ പാടാനുള്ള അവസരം കിട്ടി. അങ്ങനെയാണ് സുരേഷ് ഏട്ടൻ ശരിക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് സ്പ്രെഡ് ആവുന്നത്. ശരിക്കും ആ പാട്ടുകളല്ലേ സുരേഷ് ഏട്ടനാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്? പാട്ടുകാരനാണല്ലോ എന്നെ ആ സിനിമയിലേക്ക് വിളിച്ചത്. പാട്ടുകാരനാണല്ലോ എന്നെ വിളിച്ചത്. പിന്നെ എന്നെ കണ്ടപ്പോഴാണ് അഭിനയിക്കാമെന്ന് സാധിച്ചത്. ആക്ഷൻ ഹീറോ ബിജു എന്നൊരു സിനിമ ഇല്ലെങ്കിൽ സുരേഷും ഇല്ല എന്നുള്ളതാണ് സത്യം. അതൊക്കെ പിന്നെ ആരും നമ്മളെ അറിയില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ പാട്ട് എൻ്റെ ജീവിതത്തിന് നല്ലൊരു ബന്ധമുണ്ട്. ആ പാട്ട് കാരണമാണ് സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതും എന്താ പറയുക സിനിമയിലേക്ക് പാട്ട് ഉൾപ്പെടുത്തിയതും ഒക്കെ. പിന്നെ പല സ്ഥലത്തും നമ്മൾ ഈ സ്റ്റേജ് പരിപാടിക്കൊക്കെ വിളിക്കുമ്പോൾ പോകുമ്പോൾ മുത്തേപ്പന്നെ എന്ന പാട്ടല്ലാതെ വേറെയും പാട്ടുകൾ ഞാൻ എഴുതി തന്നെ ഉള്ള പാട്ടുകൾ പാടാറുണ്ട്. അപ്പം പാട്ടിന് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു എന്താ പറയുക സിനിമ ചില സമയങ്ങളിൽ സിനിമ ഇല്ലായിരുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ പാട്ട് കൊണ്ട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, സാമ്പത്തിക ഗുണം. അതിനകത്തൊരു വരി എനിക്ക് ഭയങ്കരമായിട്ട് രസകരമായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഫിലോസഫിയാണ്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും. അപ്പോൾ നിഴലാകുന്ന ഒരവസരത്തിൽ അവള് പുറകെ വന്ന് നിഴലാവുമ്പോഴും വെളിച്ചമാകുന്നതും അവള് തന്നെയാണ്. നിഴലും വെളിച്ചവുമാണ് അവളെന്ന് പറയുന്നത്. ഇത് ശരിക്കും ഭയങ്കര ഒരു ക്രാഫ്റ്റ് ആയിട്ടുള്ള വരികളാണ്. എനിക്കങ്ങനെ തോന്നിട്ടില്ല, നമ്മൾ എഴുതുമ്പം എഴുതിയെന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഭയങ്കര ഒരു ഫിലോസഫി ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചം എന്നിൽ തൂകുന്ന വിളക്കും. ഇതിന്റെ എഴുത്ത് പോകുമ്പോൾ എങ്ങനെയായിരുന്നു? ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയായിരുന്നോ അത് എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ കുറിക്കായിരുന്നോ? ഉള്ളിൽ നിന്ന് വരികയായിരുന്നു. മനസ്സിൽ ഞാൻ എഴുതിയിട്ട് പാട്ടുകളെല്ലാം ആദ്യം പാട്ട് മനസ്സിൽ വരികയും അത് പാടി പിന്നെ അത് കറക്റ്റ് ചെയ്ത് ശരിക്കും ആ മുത്തേ പൊന്നെ എന്ന പാട്ടിൽ മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ എന്നല്ല ഞാൻ എഴുതി തുടങ്ങി.
എന്തിനു പെണ്ണെ നിനക്കെന്നു പിണക്ക, അങ്ങനെ പാട്ട് എഴുതി തുടങ്ങി. അങ്ങനെയാണ് തുടങ്ങിയത്. എഴുതി കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ഒരെണ്ണം വേണമെന്ന് തോന്നി. അങ്ങനെ പിന്നെ ഈ മുത്തേ പൊന്നെ രണ്ടാമത് എഴുതി ചെയ്യുക. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ, മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ, എന്തിനു പെണ്ണെ നിനക്കെന്നു പിണക്കം ബംഗാളി സിനിമയ്ക്കോ. അങ്ങനെ തുടങ്ങാം. ബംഗാളി സിനിമയ്ക്ക് പോകാം, ബംഗാളി സിനിമയ്ക്ക് പോകാം പെണ്ണെ, തിയേറ്ററിൽ തട്ടിമുട്ടി നടക്കാം താനേ തന്നെ എന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും പാടാം. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള സംഭവം എന്താ അറിയോ, ഞാനൊരു പ്രൊഫഷണൽ എഴുത്തുകാരനൊന്നുമല്ല, ഒരു പാട്ടുകാരനുമല്ല, സംഗീതം ചെയ്യുന്ന ആൾ. സംഗീതത്തിലെ ഒരു വാദ്യോപകരണവും എനിക്ക് വായിക്കാനും അറിയില്ല. നമ്മൾ ഈ മേശയിൽ കൊട്ടിയിട്ടുള്ള അത് പണ്ട് സ്കൂളിൻ്റെ ബാക്ക് ബെഞ്ച് ആയതുകൊണ്ട് അവിടെ ഇരുന്ന് കൊട്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് എഴുതിയിട്ടില്ല എന്നുള്ള പല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഡയറക്ടർ പറഞ്ഞു, ഡയറക്ടർ കൂടെ ഇരുന്ന് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ, ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രയാസമാവും. എനിക്കത് പ്രശ്നമൊന്നുമില്ല, കാര്യം ഞാനൊരു എഴുത്തുകാരനല്ല, പ്രൊഫഷണലായിട്ട് എഴുതാൻ വേണ്ടി വന്ന ഒരാളുമില്ല. മുത്തേ പൊന്നെ എന്ന പാട്ട് സിനിമയിൽ സ്വീകരിച്ചപ്പോൾ ആൾക്കാർക്ക് പിന്നെ എൻ്റെ എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിച്ചു എഴുതാൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിന് മുമ്പേ അതിൻ്റെ കൂടെ ഉള്ള കുറേ പാട്ടുകളുണ്ട്. വിചാരിച്ചത് ശരിയാണ്. കാരണം ഞാൻ മറ്റു പാട്ടുകൾ നോക്കിയായിരുന്നു. അപ്പോൾ രസമുള്ള സാധനങ്ങൾ, ഈ പെണ്ണായ പെണ്ണുങ്ങൾ മൗനം പൂണ്ടിരുന്നു എന്ന് പറഞ്ഞ ബിഗ് ബോസിനകത്ത് തകർത്ത പാട്ടുണ്ട്. അതിനകത്തും അർത്ഥങ്ങളുണ്ട്. സുരേഷ് ചേട്ടൻ്റെ വ്യൂ പോയിന്റ് ആണ് അത്. സുരേഷ് ചേട്ടൻ അത് നന്നായിട്ട് എഴുതുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആൾക്കാർക്ക് വിമർശനമൊക്കെ പറയാം. അതേപോലെ തന്നെ മൈലാഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കൂട്ടം പറന്നു വന്നു ഹേ റസിയ എന്ന് പറയുന്ന പാട്ടില്ലേ, രസമുള്ള പാട്ടാണ്. അതിന്റെ താളം ശരിക്കും സുരേഷ് ചേട്ടൻ തന്നെയാണ്. അല്ല, എൻ്റെ പാട്ടുകൾക്കെല്ലാം താളം ഞാൻ തന്നെ ചെയ്യുക. പിന്നെ അത് നമ്മൾ ഗാനമായിട്ട് ആൽബത്തിലൊക്കെ വരുമ്പോൾ ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കസ്ട്രക്കാരുടെ സഹായം തേടാറുണ്ട്. 2-3 പാട്ടുകൾ ഞാനിങ്ങനെ സുരേഷ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന കണ്ടായിരുന്നു. അതിലൊക്കെ ബാക്കി താളം അത് തന്നെ നമ്മൾ കൊടുക്കും, എന്നിട്ട് ബാക്കി ഓർക്കസ്ട്രേഷൻ അവരെ കൂടി ചെയ്യിപ്പിക്കും. എനിക്കിഷ്ടമുള്ളത് ഞാൻ സ്വീകരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് പറ്റില്ല, എനിക്ക് മാറ്റി ചെയ്ത് തരണമെന്ന് പറയും. പിന്നെ നമ്മുടെ പൾസ് അറിയാമെന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ കൂടെ ഇന്നതൊക്കെ കൂടെ ചെയ്തുകൂടെ എന്ന് ചോദിക്കും. കാരണം നമ്മൾ പാട്ട് പാടുകയോ അല്ലെങ്കിൽ പാട്ട് എഴുതിയൊക്കെ അതിനേക്കാളൊക്കെ ഒരുപാട് മുമ്പേ പാട്ട് കേൾക്കുന്ന ഒരാളാണ്. ഒരുപാട് സ്കൂളിൽ പോകുന്ന പ്രായം തൊട്ട് തന്നെ പാട്ട് കേട്ട് വളർന്ന ആളാണ്. അപ്പോൾ പാട്ടിൽ ഇവരെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ പ്രായം വളരും തോറും നമ്മളും അത് മനസ്സിലാക്കി സംഗീതത്തിന് ഇങ്ങനെയാണ് ഇന്നതാണ് മനസ്സിലായത്. എഴുതിയ ഏതെങ്കിലും ഒരു പാട്ട് കൂടെ പാടാവോ? മുക്കമ്പാല മുക്കമ്പാല ചോട്ടിലന്നു രാവിൽ ചുണ്ണാമ്പു ചോദിച്ചു എന്നോടൊരു പെണ്ണാൾ. മുക്കമ്പാല മുക്കമ്പാല ചോട്ടിലന്നു രാവിൽ ചുണ്ണാമ്പു ചോദിച്ചു എന്നോടൊരു പെണ്ണാൾ. ഇല്ലെന്നു പറഞ്ഞിട്ടും പിന്നാലെ പോന്നവൾ പാലപ്പും കൊമ്പത്തേക്കെന്നെ വിളിച്ചു. മുക്കമ്പാല മുക്കമ്പാല ചോട്ടിലന്നു രാവിൽ ചുണ്ണാമ്പു ചോദിച്ചു എന്നോടൊരു പെണ്ണാൾ. ഒരു പഴയ കഥയാണ് യക്ഷി ചുണ്ണാമ്പ്. അല്ല, ഇതെല്ലാം ഉള്ളിൽ ഇങ്ങനെ ഒരു മ്യൂസിക്കായിട്ട് വരും ഇല്ലേ? അതൊരു ചിലപ്പോൾ ഒരു താളം വരും, താളത്തിൽ നിന്ന് വരി ഉണ്ടാക്കും. ചിലപ്പം വരിയാണ് വരുന്നത്, ആ വരി താളമാക്കും. ഒരു ദിവസം 4 പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് എഴുതാൻ വേണ്ടി 4 ആഴ്ച കാത്തിരുന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. അതിപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ഒരിടത്ത് ഇരുന്ന് ട്രൈ ചെയ്യുമോ? ഇപ്പം നമ്മൾ സാധാരണ ഇല്ല ഇങ്ങനെ അതിന് വേണ്ടിയിട്ടില്ല. ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കാം, നടക്കുന്ന സമയത്തായിരിക്കാം, ചിലപ്പോൾ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം. സിനിമ അവിടെ ഓടിക്കൊണ്ടിരിക്കും, ഞാൻ എൻ്റെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ. ഈ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നതും അതേപോലെ അപ്പം ഉള്ളിൽ ഇങ്ങനെ സ്കോർ ചെയ്ത് സ്ക്രിപ്റ്റ് ആദ്യമേ സ്കോർ ചെയ്ത് എവിടെയെങ്കിലും ഇരുന്ന് എഴുതുകയായിരുന്നു ആദ്യത്തെ പരിപാടിയൊക്കെ. പേപ്പറിൽ എഴുതിയിടും. പേപ്പറിൽ എഴുതിയായിരുന്നു. ഇപ്പം നമുക്ക് മൊബൈലുണ്ടല്ലോ, മൊബൈലിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഓർക്കണത് പറഞ്ഞാൽ വയ്ക്കും. ഈ കംപ്ലീറ്റ് ആയ സ്ക്രിപ്റ്റിൻ്റെ കാര്യം എന്തായി? അത് ഇപ്പോൾ അതിൻ്റെ റിമ്മിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ മിക്കവാറും അടുത്ത വർഷം തന്നെ ആ സിനിമ ഉണ്ടാവും, പുറത്തു വരും. അല്ല, ഷൂട്ട് സ്റ്റാർട്ട്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടൂടെ അറിയപ്പെടാൻ പറ്റും. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയ ഷോ ആണ്. നമ്മളിവിടെ ഏഷ്യാനെറ്റിൻ്റെ വലിയൊരു
പ്രൊജക്റ്റാണത്. ഈ ബിഗ് അകത്തേക്ക് പോകുമ്പോൾ ഒരു സുരേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് പുറത്ത് വരുമ്പോൾ ഫൈനൽ വരെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് വലിയ കാര്യമാണ്. പുറത്ത് വന്നപ്പോൾ ഒരു സുരേഷ് ഏട്ടനുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ്. അവിടെ നിന്ന് കുറെ പാഠങ്ങൾ കിട്ടില്ലേ? പുതിയ കുറെ പാഠങ്ങൾ. അല്ല, ശരിക്കും ഒരുപാട് പാഠങ്ങൾ കിട്ടുന്നുണ്ട്. മെയിനായിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള മെയിൻ പാഠം എന്ന് വെച്ചാൽ പരിധിയും പരിമിതിയും. നമ്മൾ ഇത്ര പരിധി വരെ പോകാവൂ. കാര്യം ആ ഒരു ചുറ്റുവട്ടത്തല്ലേ ജീവിക്കുക. പരിമിതി ഉള്ളത് കൊണ്ട് വെച്ച് ആ പരിമിതിയിൽ ജീവിക്കുക. ഇതൊക്കെ അവിടെ നിന്ന് പഠിച്ചതാണ്. പിന്നെ ക്ഷമ, ഒരുപാട് ക്ഷമ പഠിച്ചത് അവിടെ നിന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ജെനുവിനായിട്ട് നിന്നോന്നാണ് എല്ലാവരുടെയും അഭിപ്രായമുള്ളത്. അത് നമുക്ക് നമ്മളെല്ലാം പറ്റില്ലല്ലോ. പക്ഷെ പഠിക്കാനുള്ളത് പഠിക്കുകയും ചെയ്യാം. പക്ഷെ എങ്കിലും അതിനകത്ത് ബിഹേവ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പുറത്ത് വേറൊരു ലൈഫ് ഭയങ്കര സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. ആ നമ്മളെയാണോ കൂട്ടിനകത്ത് ഇട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ സ്ട്രെസ് ഉണ്ട്. ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അത് അതിനകത്ത്? എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് തോന്നാ പോണ്ട. കാര്യം അവിടെയുള്ള നമ്മളെ കൂടെ ഉള്ളവരുടെയൊക്കെ നമ്മളായിട്ടുള്ള സഹകരണം, അവർ നമുക്ക് തരുന്ന സ്നേഹം, കാര്യങ്ങൾ തമ്മിൽ അടികൂടുമെങ്കിലും അതൊക്കെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. പിന്നീട് എല്ലാവരും ഒറ്റക്കെട്ടാവും. അങ്ങനെയാണ്. ഇപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നെ അതിലേക്ക് വിളിക്കുന്നത് ഏഷ്യാനെറ്റിലെ റിജു ആണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ഷോ ഉണ്ട്. എനിക്ക് ആ ഷോയെക്കുറിച്ച് എനിക്ക് അറിയില്ല. എനിക്കൊന്നും അറിയില്ല. പരോൾ സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോകുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കണം കാണാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ സൈഡിലേക്ക് കമൽ സാറിൻ്റെ ഫോട്ടോ. ഞാൻ ബിഗ് ബോസ് എന്ന് ബ്രൂസിലേക്ക് അഭിനയിച്ചിട്ടുള്ള പടം എത്രയോ പേരിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഈ പേര് മാറ്റിയുള്ള സിനിമയ്ക്ക് ശരിക്കും സിനിമയെന്നാണ് കരുതി. പിന്നെ അവിടെ പോകുമ്പോൾ ഷോ സമയത്ത് വാവ കൊട്ടാരക്കര അസോസിയേറ്റ് ഡയറക്ടർ വാവയാണെങ്കിൽ പറഞ്ഞു ഇതൊരു ഷോയാണ് ചേട്ടാ, അത് ഏഷ്യാനെറ്റിൽ ഇങ്ങനെ വരാൻ പോകണം, അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ളതാണ്, അതിങ്ങനെ വരാൻ പോകണം. അപ്പോഴൊന്നും ഞാൻ എന്നെ അതിലേക്ക് വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. വിളിച്ചു. എന്നോട് 20 ദിവസം നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു പോയി. പിന്നെ 100 ദിവസം നിൽക്കേണ്ടി വന്നു. അത് ഭയങ്കര ഒരു സംഭവമല്ലേ? ഞാൻ ലാലേട്ടനോട് പറഞ്ഞു കഴിഞ്ഞ ഒരു സിനിമയുടെ അഡ്വാൻസ് മേടിച്ചിട്ട് പോവുമായിരുന്നു. ദുൽഖർ നായകനാവുന്ന ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ ആ പടം എന്തോ പടം ഇറങ്ങിയില്ലെന്ന് തോന്നുന്നു. പിന്നെ അതെന്തോ ഇത് മുടങ്ങിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞോളാം, ഇങ്ങനെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇറങ്ങി വന്നപ്പോൾ ആ അഡ്വാൻസ് പൈസ തിരിച്ചു കൊടുത്തു. ആദ്യം ചെയ്തതാണ് അവർക്ക് കൊടുത്തു. ഇപ്പോൾ ഒരു സിനിമാക്കാരനായി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ സിനിമാ സെറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളൊരു സാധാരണക്കാരനായി വന്ന ഒരാളാണ്. വലിയ സ്റ്റാർ പദത്തിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ ഓരോ സിനിമകളുടെയും സെറ്റുകൾ ഓരോ രീതിയിലായിരിക്കും. പക്ഷെ സുരേഷ് ഏട്ടനെ എങ്ങനെയാണ് നമ്മുടെ സിനിമ അക്സെപ്റ്റ് ചെയ്തത്? അവിടെയൊക്കെ ചെല്ലുമ്പോൾ സുരേഷ് ഏട്ടന് പാട്ടൊക്കെ കയ്യിലുള്ളതുകൊണ്ട് ആൾക്കാരെയൊക്കെ ആകർഷിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്വീകാര്യതയാണോ കിട്ടിയത്? അതെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ല, മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ സ്വീകാര്യത നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളല്ലായിരുന്നു. അപ്പോൾ അഭിനയത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഡയറക്ടർ പറയുന്നത് നമ്മൾ അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബംഗാളി സിനിമയിൽ തന്നെ തറയിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു ബംഗാളിക്ക്. ഇയാൾ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ കാഷ്യർ. അപ്പോൾ എന്താ പറയുക, ആ ഫ്ലോർ ആദ്യം വന്ന ആ ഡയറക്ടറൊക്കെ വന്ന് തുളച്ച് വൃത്തിയാക്കിയത്, ക്ലീൻ ചെയ്തതാണ്. പിന്നെയും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഷോട്ട് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് പിന്നെയും വീണ്ടും പല ആൾക്കാരും അതുവഴി പോയി. അപ്പം ഞാൻ എൻ്റെ ഡയറക്ടർ ജോബിൽ പറഞ്ഞാൽ അത് ഒന്നുകൂടെ വൃത്തിയാക്കണം പറഞ്ഞു. അപ്പോൾ പുള്ളി ആ ഡയറക്ടർ ആ സൈഡൊക്കെ നോക്കി ആരെയും കണ്ടില്ല, ഡയലൈറ്റ് പവറായി, അത് ഇപ്പോൾ ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പുള്ളി തന്നെ എന്താ കൈ കൊണ്ട് തുറച്ചെന്നൊക്കെ തോന്നുന്നു. എനിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു അതങ്ങനെ ചെയ്തില്ലെന്നു. പക്ഷെ നമ്മൾ പണ്ടും തറയുന്നൊക്കെ ആഹാരം എടുത്ത് കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനമാണ്, അത് സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനമാണ്, ഒരു ആർട്ടിസ്റ്റ് അത് ചെയ്യേണ്ടതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ സീൻ ചെയ്തു. അതിൻ്റെ സീക്വൻസ് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. ഇപ്പം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇത് പോയി, രസം പോകും. പക്ഷേ ഈ പാട്ട് കയ്യിലുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു സുരേഷ് ഏട്ടൻ്റെ ഒരു സ്വീകാര്യത കിട്ടിയിട്ടില്ലേ? സെറ്റിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പാടാൻ പറയും. കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ ബംഗാളിൽ അങ്ങനെയുള്ള ഒരു എൻജോയ് ആർക്കും ഇല്ലായിരുന്നു. എൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരാളാണ് ജോബി. ഭയങ്കര ടെൻഷനിലാണ്. പെട്ടെന്ന് തീർക്കണം, ഫണ്ട് പ്രശ്നം. അങ്ങനെ സെറ്റിൽ ഇപ്പം ഒരു വീട് കെട്ടിയിരുന്നു, ഒരു കുടിൽ ബംഗാളി. കുറച്ച് തുച്ഛമായ പൈസ ആയിരിക്കാം സെറ്റിൽഡായി, പക്ഷെ അത് കത്തിപ്പോയി. അപ്പം ഞങ്ങളൊക്കെ 1-2 വലിയ അപകടം പറ്റേണ്ടതാണ്. അതൊക്കെ ദൈവം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ആ സെറ്റ് വീണ്ടും കെട്ടണമെങ്കിൽ അതിന് ഫണ്ട് ഇടാതെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും ടെൻഷനൊക്കെ ജോബിക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ.
100-100ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. ഉം. ഇതെല്ലാം കുറച്ചായിട്ടുള്ള 1-2 പേര് എന്താ പുതിയതായിട്ടുള്ള ആൾക്കാരുള്ളൂ. ബാക്കിയെല്ലാം ടി വിയിലും മിമിക്രിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബംഗാളി സിനിമ അത്ര എല്ലാവരും ആ സിനിമയിലായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്, ട്രെയിൻ ലീഡായിട്ടുള്ളൊരു ക്യാരക്ടർ, മറ്റേ ടൈറ്റിൽ ക്യാരക്ടറാണ്. അപ്പോൾ എൻ്റെ അഭിനയം മറ്റുള്ള സിനിമകളിലെ പോലുള്ള ആവരുതെന്ന് ജോബിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇയാൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുരങ്ങനായിട്ട് കളിപ്പിക്കുമ്പോൾ നമ്മളെ കളിപ്പിച്ച് ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാം എന്താണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്കിലും ഡബ് ചെയ്യുമ്പോഴൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നിയോ? ഡബ് ചെയ്യുമ്പോൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഭാഗങ്ങളെല്ലാം എനിക്ക് ഇഷ്ടം ഓക്കെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം പറയൂ, എന്താണ് സിനിമ എന്ന് മൊത്തം ഡയറക്ടർക്കല്ലേ അറിയാവൂ. ഞാൻ അഭിനയിക്കാത്ത ഭാഗങ്ങളുണ്ട്, ഞാനില്ലാത്ത ഭാഗങ്ങളുണ്ട്, അതൊക്കെ ഡയറക്ടർക്കല്ലേ അറിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷ എനിക്കാണുള്ളത്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു അഭിനയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു സീനോ, ഒരുപാട് ടേക്ക് പോയോ സീനോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ബംഗാളിയിലുണ്ടായിട്ടുണ്ട്. ആരെ ഈ നടക്കുന്നത് പോലും ഒരു ബംഗാളിയുടെ ഒരു ബിഹേവിയർ ഉണ്ട്, സംവിധായകൻ ഉദ്ദേശിക്കുന്ന ഒരു പയ്യെ മെല്ലെ നടക്കുക. ഇയാൾ ബംഗാളിയിൽ നിന്നാണെങ്കിലും ഈ ബംഗാളിയുടെ അമ്മയോടൊപ്പം ഇയാൾ ചെറുപ്പത്തിൽ ഈ ഗ്രാമത്തിൽ വന്നതാണ്. ഒരു ഉൾനാടൻ ഗ്രാമമാണ്. ബംഗാളിയോടൊപ്പം അമ്മയോടൊപ്പം ചെറു ഗ്രാമത്തിൽ വന്ന ഈ ബംഗാളിയുടെ അമ്മ അവിടെ മരിക്കുകയാണ്. മരിക്കുമ്പോൾ പിന്നെ അമ്മ ഉറങ്ങുന്ന മണ്ണിൽ അയാൾ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ അയാൾക്ക് പിന്നെ അമ്മയോടൊപ്പം തന്നെ സ്നേഹമുള്ള ഒരാളാണ് മമ്മൂക്കയെ കാണണം, അദ്ദേഹത്തുള്ള ഒരു സീനിലെങ്കിൽ ഒന്ന് അഭിനയിക്കണം എന്നൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കുകയും പറയുകയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇയാൾക്ക് ജോലി പല വീടുകളിലായിട്ട് ജോലി ചെയ്യുന്നു. കൂലിയായിട്ടൊന്നും കിട്ടത്തില്ല, ഭക്ഷണമൊക്കെ ആയിട്ടൊക്കെ കിട്ടുക. അപ്പോൾ കൂലിയായിട്ട് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ തന്നെ അത് മമ്മൂക്കയെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പലരും പറ്റിച്ച് വാങ്ങിച്ചിട്ട് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം സിനിമയിൽ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും തീം കേൾക്കുമ്പോൾ കൊള്ളാം. ഈ സിനിമ എല്ലാവരും കാണട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പൊ നാട്ടിലൊക്കെ ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ കുറച്ചൊരു പത്രാസൊക്കെ കിട്ടില്ലേ നമുക്ക്? കുറച്ച് പത്രാസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതുപോലെ ഞാൻ തറയാവുന്നുണ്ടോ എന്നൊരു വിചാരം ഇടയ്ക്കിടയ്ക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നാട്ടിലധികം പോകും. എൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഉള്ള ആളായിപ്പോവും. പഴയ ഞാനായിപ്പോവും. പിന്നെ പിടി വിട്ടുപോകും ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ അധികം നാട്ടിൽ പോകാറില്ല. അരിസ്റ്റോ ജംഗ്ഷനിൽ ഒട്ടും പോകില്ല. വളരെ കുറച്ചേ പോകത്തുള്ളൂ. അവിടെ പോകുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യം, ഞാനൊരു സിനിമ നടനാണെന്നോ സെലിബ്രിറ്റി ആണെന്നോ എന്നെ സിനിമയിൽ കൊണ്ടുവന്നവർ ഞാൻ കാണണം മോശമാകുമെന്നോ എന്നൊക്കെയുള്ള എല്ലാ ബോധവും അങ്ങ് പോകും. അപ്പോൾ വേറെ ആ പഴയ സുരേഷായിട്ടായിരിക്കും പിന്നെ അവിടെ നടക്കുക പെരുമാറുക. അതുകൊണ്ട് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കുറ്റബോധം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ നാട്ടിൽ പോകാറുള്ളൂ. പോയാൽ തന്നെ ഒരുപാട് പേര് സംസാരിക്കാറില്ല, അധികം നിൽക്കാറില്ല. ഇന്ന് ഞാൻ തമ്പാനൂരിൽ നിന്നാണ് ട്രെയിൻ കയറി ഇങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ഞാൻ അരിസ്റ്റോ ജംഗ്ഷൻ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു, പണ്ട് നമ്മൾ അരിസ്റ്റോ ജംഗ്ഷൻ കണ്ടിരുന്നപ്പോൾ ആലോചിക്കുന്നതല്ല, ഇന്നിപ്പോൾ അരിസ്റ്റോ എന്ന് കേൾക്കുമ്പോൾ അരിസ്റ്റോ സുരേഷ് എന്നുകൂടെ നമ്മൾ ഓർക്കുന്നുണ്ട്. അത്തരത്തിലൊരു ആർട്ടിസ്റ്റ് വളർന്നു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ സിനിമ സക്സസ് ആവട്ടെ. അരിസ്റ്റോ സുരേഷിന്റെ പേര് കൂടുതൽ ഞങ്ങൾക്ക് ഓർക്കാൻ കാരണമാവട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു. താങ്ക് യു.